ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ബംഗാളിൽ നിരന്തരം വന്നു പോവുകയാണ്. ബംഗാളിൽ വലിയ സമ്പർക്കം അവർ നടത്തുന്നുണ്ട്. പല പരിപാടികൾ സംഘടിപ്പിച്ചു. മോദി അവിടെ ചെന്നിരുന്നു, വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഇപ്പോഴത്തെ അമിത്ഷാ അവിടെ പാർട്ടി പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്തു. മമതയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് രണ്ടുപേരും മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ തവണ കൈവിട്ട ബംഗാൾ ഇക്കുറി BJP പിടിക്കുമോ? അതൊന്നും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നുണ്ട് ചർച്ചയിൽ ഞാനന്ന് ബംഗാൾ ഇലക്ഷൻ സമയത്ത് ഞാൻ റിപ്പബ്ലിക് ചർച്ചയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പേ അർണബ് ഗോസ്വാമി ഇരുന്നുകൊണ്ട് ബംഗാൾ മറ്റേ ഇയാളുണ്ടല്ലോ, അത് മമതേൻ്റെ ഉപദേശിക്കുന്ന മറ്റേ നമ്മളെ KP എന്നാണ് പേര്, ആ തിരഞ്ഞെടുപ്പ് വിദഗ്ധനുണ്ടല്ലോ, നമ്മുടെ പ്രശാന്ത് കിഷോറായിരുന്നു, PK. അപ്പം പ്രശാന്ത് കിഷോറെ പരിപാടിയൊക്കെ കെട്ടിപ്പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞതാണ്. ചർച്ചയിൽ അന്ന് പ്രശാന്ത് വന്നു. അപ്പോൾ അന്നാണ് പ്രശാന്ത് പറയുന്നത്, ഞാൻ എൻ്റെ ഫേം വിടുകയാണ്, വേറൊരു പ്ലാനാണ് എന്നൊക്കെ പറയുന്നത്. ആദ്യം കോൺഗ്രസ് പോകുമെന്ന് വിചാരിച്ചു, പക്ഷേ മൂപ്പര് ഇനി ഇൻഡിപെൻഡൻ്റ് ബീഹാർ പിടിക്കാനുള്ളൊരു പരിപാടിയിലാണ് മൂപ്പര്. അപ്പം അന്ന് BJP പിടിക്കുമെന്നാണ് റിപ്പബ്ലിക്കൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് വലിയ രീതിയിൽ. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അത് വേറൊരു തരം, കേരളത്തെ പറ്റി പറയുമ്പോൾ വേറൊരു തരത്തിലുള്ള മണ്ണാണ്. അവിടെ വേറൊരു ഐഡിയോളജിക്ക് വളരെ എളുപ്പമൊന്നും പിടിക്കില്ലെന്നേ, അത്ര എളുപ്പം പിടിച്ചെടുക്കാൻ പറ്റും. ഈസി ടാസ്ക് അല്ല അത് മോൾവർക്കൊക്കെ തന്നെ അറിയാം. പക്ഷേ ഒറ്റയടിക്ക് 66 സീറ്റിലേക്ക് അവിടെ പ്രതിപക്ഷം ഇല്ലാതായിട്ട് കുറച്ച് കാലമായി. കാരണം വെച്ചാൽ അവിടെ CPM ഭരിക്കാൻ കോൺഗ്രസ് പ്രതിപക്ഷമേ ആയിരുന്നില്ല. ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥയായിരുന്നു. അല്ല, അന്ന് സത്യത്തിൽ മമതയായിരുന്നു അവിടുത്തെ പ്രതിപക്ഷം. മമത പോയതോടുകൂടി സോമൻ മിത്രയ്ക്ക് വേണ്ടി ഒതുക്കി. പിന്നെ അവസാനം സോമൻ മിത്ര തൃണമൂൽ വന്ന് ജോയിൻ ചെയ്ത് ഞാൻ കേട്ടിട്ടുള്ളത്. സോമൻ മിത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ആ സമയത്ത് BJP RSSൻ്റെ പുറത്തുണ്ടല്ലോ. അപ്പോൾ കേരളത്തിലും BJP ഇല്ലയെന്ന് പറയുമ്പോഴും BJP ശക്തമല്ലെന്ന് പറയുമ്പോൾ RSSൻ്റെ ഒരു സംഘടിതമായ പ്രവർത്തനമാണ്. ആ ഒരു ലോഞ്ചിങ് പാഡിൽ നിന്നുകൊണ്ട് അനുകൂല സാധ്യത പെട്ടെന്ന് വളരുന്ന സാധനമാണ് BJP. ഈ വിത്ത് അവിടെ ഉണ്ട്, താമരൻ്റെ വിത്ത് അവിടെ കിടക്കുന്നുണ്ട്. ആ വിത്ത് വളരാനുള്ള സാഹചര്യം വരുമ്പോൾ അത് പെട്ടെന്ന് വളരും എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു തൃണമൂൽ കോൺഗ്രസ് വന്നതോടുകൂടി CPM പ്രതിപക്ഷം അല്ലാതായി മാറും. അങ്ങനെ CPM അടിച്ചോടിച്ചിട്ടാണ് അവിടെ തൃണമൂൽ വന്നിട്ടുള്ളത്. അതെ, നാട്ടുകാർ. അപ്പോൾ അവിടെ പ്രതിപക്ഷം എപ്പോഴും വേണമല്ലോ. ആ വാക്യത്തിലേക്കാണ് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കോൺഗ്രസ് താഴ്ന്ന് അവിടെ വരാൻ പോകുന്നത്. കേരളത്തിൽ എന്തുകൊണ്ട് BJP ക്ലച്ച് പിടിക്കാൻ പോയില്ല? അത് ശക്തമായ ഭരണപക്ഷം പ്രതിപക്ഷം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോഴാണ് തുടർഭരണം വന്നപ്പോൾ ഈ പ്രതിപക്ഷം ഒന്ന് വീക്കണായി മാറിയത്. പക്ഷേ BJPക്ക് അത് സ്ട്രാറ്റജൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല ഇതുവരെ. ഇപ്പോൾ രാജീവിലാണ് BJPക്കാർ ഒരു പ്രതീക്ഷ കാണുന്നത്. BJPക്കാർ നമ്മൾ നേതാക്കന്മാർ കരുതേണ്ട, താഴെ തട്ടിലുള്ള BJPക്കാർ. അപ്പം അതേപോലെ തന്നെ അവിടെ ഈ തൃണമൂൽ വന്നതോടുകൂടി പിന്നെ തൃണമൂലിൻ്റെ അട്രോസിറ്റീസിനെതിരെ ആളുകൾക്ക് റാലിയിങ് പോയിന്റ് ആയിട്ട് എന്ന് പറഞ്ഞു BJP അത് കാര്യമായിട്ട് തന്നെ അവിടെ ശ്രമിക്കുന്നത്. കാരണം കുറേ ലോക്സഭാ സീറ്റുകളുള്ള ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ഉപദേശീയത കൂടിയാണ് ബംഗാൾ. നമ്മളൊരു ഇപ്പോൾ കേരളം ഒരു ഉപദേശീയതയാണ്, അതുപോലെ ഒരു ഉപദേശീയതയാണ് ബംഗാൾ. അല്ലെ, ഉപദേശീയത നമ്മൾ പറയുമ്പോൾ ഹിന്ദി ആർലാൻഡിൽ മാറി അവരുടേതായ ഒരു കൾച്ചറും ഒക്കെ ഉള്ള ആളുകളാണ്. സംസ്കാരം. അപ്പോൾ അത് വളരെ കൃത്യമായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ വിഘടനവാദം പോലുള്ള സാധനങ്ങൾ വരാനും സാധ്യതയുണ്ട്. കാരണം പ്രോക്സിമിറ്റി ടു ബംഗ്ലാദേശ് എപ്പോഴും ഒരു വിപ്ലവ വീര്യമുള്ള ഒന്ന് അത്. അപ്പം എപ്പോഴും ഇങ്ങനെ ഒരു കുറച്ച് നിഷേധിത്തരമുള്ള ആളുകളാണ്. അപ്പം പിന്നെ അവിടെ എന്ന് വെച്ചാൽ വലിയ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് സീറ്റുകളുടെ എണ്ണം കൂടുതൽ, അതിൻ്റെ പ്രശ്നങ്ങളും കൂടുതലാണ്. ദാരിദ്ര്യവും കഷ്ടപ്പാടും അതിൻ്റെ അങ്ങേയറ്റത്താണ്. അത് CPM ഭരിക്കുമ്പോഴുള്ള സ്ഥിതി നിങ്ങൾക്ക് അതിൻ്റെ വാസ്തുഹാര സിനിമ, അരവിന്ദൻ്റെ സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവും. ജ്യോതി ബാസുവിൻ്റെ കാലഘട്ടമാണ്. ഇപ്പോഴും അതിൽ വലിയ മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും കരിഞ്ചന്തയും ബൂത്തിവെപ്പും എല്ലാം ഉള്ള, അതേസമയം കൽക്കത്തയിൽ അതിസമ്പന്നം, ലോകത്തെ ഏറ്റവും വലിയ ആർഭാടത്തിൽ ജീവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഇവിടെ അത് BJP അത് ആ പ്രതിപക്ഷം എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ ഇടയ്ക്കെപ്പോഴോ ഹിന്ദു പത്രത്തിൽ വായിച്ചൊരു ന്യൂസ് എന്ന് വെച്ചാൽ വൻതോതിൽ മുസ്ലിങ്ങൾ അവിടെ BJPയുടെ ഭാഗമായി മാറും എന്നുള്ളതാണ്. അപ്പോൾ എനിക്കത് അത്ഭുതം. കാരണം ബംഗ്ലാദേശ് അവിടെ ഒരു കലാപത്തിന്, കേരളം പോലെയല്ല, കലാപത്തിൻ്റെതായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു പ്രദേശമാണ് ബംഗ്ലാദേശ് വിഭജന സമയത്ത് കലാപം ഉണ്ടായില്ല. അതിൻ്റെ നവഗാലിയിലൊക്കെ മുർഷിദാബാദിലും മാൾഡയിലും കലാപം ഉണ്ടായതാണ്. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരാണ് അതിന്റെ പുറകിൽ അമിത്ഷാ അസന്നിഗ്ധമായിട്ട് പറയുകയും ചെയ്തു. അപ്പം ഇന്ന് BJPയുടെ നേതാവ് കോട്ട് ചെയ്ത ഹിന്ദുവിൽ ഞാൻ വായിച്ചത് 5 വർഷം മുമ്പാണ് കേട്ടോ. അപ്പം നമ്മളെ ആളെ കണ്ടുകൂടെ അലി എന്നുള്ള പേരുള്ള ആളുകളിൽ BJP കൂടുന്നു എന്നുള്ളത്. ഇത് ഹിന്ദുവിലുള്ള റിപ്പോർട്ട് ആയതുകൊണ്ടാണ്. പല കയസരിയിലോ ജന്മഭൂമിയിലോ എന്നാണ് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കില്ല. ഹിന്ദുവിൽ അന്ന് കണ്ടതുകൊണ്ടാണ്. ഇപ്പം എന്നോട് ഡേറ്റ് ഒക്കെ ചോദിച്ചു വന്നാൽ എനിക്ക് ഓർമ്മയൊന്നുമില്ല. അന്ന് മുമ്പേ ഞാൻ വായിച്ചാണ് ബംഗാൾ രാഷ്ട്രീയം നോക്കുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് എന്ന് കേട്ടു.
ഇനിയിപ്പോൾ അതില്ലെങ്കിൽ പോലും അവിടെ ഹിന്ദു വോട്ടുകളുടെ കൺസോൾട്ടേഷൻ അതിനൊരു കാരണമുണ്ട്, അതും കൂടി ഞാൻ പറയാം. ഈ CPM-ൽ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരെ ഈ തൃണമൂലുകാർ വല്ലാതെ വേട്ടയാടാൻ തുടങ്ങി. അവർ ഈ CPM-ൽ ഉറച്ചു നിന്നവർക്ക് തൃണമൂലിലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം അവർ പരസ്പരം ഒരു എതിരാളികളായിട്ട് തന്നെ തുടരുകയായിരുന്നു. അവർക്ക് CPM-ന് അവരെ രക്ഷിക്കാൻ സാധിച്ചില്ല. അവസാനം അവരിൽ നിരവധി പേർ, അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ട്, അവർ BJP-യിൽ അഭയം തേടി. ഇതിനായിരിക്കും കാരണം. അല്ലാതെ മുസ്ലിംസിനോട് BJP ചെയ്യേണ്ട ഒരു കാരണം സാധാരണഗതിയിൽ ഇല്ല. കാരണം കേരളം പോലെ ഒന്നല്ല. കേരളം നമ്മൾ 21-ലെ കലാപം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെയുള്ള വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ബംഗാളിൽ അതല്ല. ബംഗാളിൽ നവകാലിയിലൊക്കെയുള്ള കലാപമാണ് ശരിക്കും മഹാത്മാഗാന്ധി വിഭജനം ഉണ്ടാവുകയാണെങ്കിൽ വിഭജനം ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ച് സമ്മതിക്കാൻ കാരണം ആ കലാപമാണ്. അത് ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് അവിടെ. അപ്പം ഈ ഒരു സാഹചര്യമുണ്ട്. പിന്നെ മമതയ്ക്കെതിരെ എപ്പോഴും ഒരു ഗവൺമെൻറ്റിനെതിരെ ജനങ്ങൾ വരിക എന്ന് വെച്ചാൽ ഒരു വിഷയം പബ്ലിക് ഏറ്റെടുക്കുന്നതോട് കൂടിയിട്ടാണ്. അപ്പം അവിടെ ഒരു ബലാത്സംഗം കേസില്ലേ മെഡിക്കൽ കോളേജിൽ, അത് ഭയങ്കരമായിട്ട് മമത അത് പരമാവധി ഡാമേജ് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം ഈ ജനങ്ങളെ മനസ്സിൽ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപാട് ദുരൂഹതകൾ ആ കേസിന് പിന്നിലുണ്ട്. ആ കുട്ടിയോട് കാണിച്ച അത്രയും അട്രോസിറ്റീസ് കാണിക്കണം, അതൊരു ലൈംഗിക വൈകൃതം മാത്രമല്ല, ഇറ്റ് വാസ് എ മെസ്സേജ്. അതെ, ഒരു പ്രതികാരം മാത്രമല്ല, പ്രതികാരമല്ല, ഇതൊരു എന്താ പറയുക, ഒരു കോൺട്രാക്ട് കില്ലിങ് പോലെയാണത് തോന്നുന്നത്. അത്രയും ചെയ്ത പോലെ. അപ്പോൾ അതിന് പിന്നെ മെഡിക്കൽ മാഫിയാണെന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് ഓൾറെഡി ഡോക്ടേഴ്സ് തന്നെ ചിലതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വിഷയം ഒരുപക്ഷെ ജനങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അവിടെ ഒരു ബലാത്സംഗ കേസ് വന്നിരുന്നു ഹിന്ദു ലേഡീസിനെ. അതും ലോക്സഭാ ഇലക്ഷൻ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, മുമ്പത്തെ കണ്ട് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ അത് ജനമനസ്സിലുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ഫാക്ടറാണ്. പക്ഷെ കഴിഞ്ഞ തവണയും BJP ഇതേ രീതിയിൽ തന്നെ ശക്തമായിട്ട് അവിടെ പ്രചരണം നടത്തിയിരുന്നു. ഈ അർണവ് ഗോസ്വാമി അവിടെ ചാനൽ തന്നെ തുടങ്ങിയിരുന്നു, ബംഗാളി ചാനൽ തന്നെ തുടങ്ങിയിരുന്നു അവരുടെ റിപ്പബ്ലിക്കിൻ്റെ. പക്ഷെ അത് എന്നിട്ട് ഫലം കണ്ടിട്ടില്ല. അതിൽ വലിയൊരു വിശ്വാസം ജനങ്ങൾക്ക് മമതയിലുണ്ട് എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞാൻ പ്രവചനത്തിനൊന്നുമില്ല, BJP ശ്രമിക്കും, മമത നിലനിർത്താനും ശ്രമിക്കും. പിന്നെ ഇപ്പോഴത്തെ ഒരു വ്യത്യാസം, BJP മുകളിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് മമതയെ പൂർണ്ണമായും പിണക്കണ്ട എന്നുള്ള, കാരണം മറ്റൊരാണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു പ്ലാൻ B-യോ C-യോ ഉണ്ടെങ്കിലാണ് മറ്റൊമാരെ വഴുതിക്ക് നിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഗവർണറൊക്കെ ഇപ്പോൾ മുമ്പത്തെ പോലെ പോയ ഉടനെ തന്നെ ഗവർണറും മമതയും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വളരെ സ്മൂത്തായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. പക്ഷെ എന്നാലും ഈ ഗവർണർ അടുത്ത കാലത്ത് മമതയ്ക്ക് എതിരായിട്ടൊരു റിപ്പോർട്ട് കൊടുത്തു. അതൊക്കെ കൊടുക്കും, അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എങ്കിൽ പോലും പോയ സമയത്ത് മുമ്പത്തെ പോലെ കേന്ദ്ര ഗവൺമെൻറ് ബംഗാളും തമ്മിലൊരു അടി ഇപ്പം നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി, ആരിഫ് മുഹമ്മദ് ഖാനുള്ള സമയത്ത് ഉണ്ടായ ഒരു അടിയിപ്പില്ലല്ലോ, ഓപ്പണായിട്ടെങ്കിലും ഇല്ല. അവിടെ വിമർശനങ്ങളൊക്കെ ഉണ്ട് എന്നല്ല കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ CPM-ൻ്റെ കയ്യിൽ നിന്ന് പിന്നെ BJP കിടന്ന് പ്രതീക്ഷിക്കുന്നത് അവിടെ 2 MP-മാരുള്ള പാർട്ടി എന്തോന്ന് ചെയ്യാനാണ്. മാത്രമല്ല അവർക്ക് അത് ചെയ്യാനും പറ്റില്ല. പക്ഷെ മമതയ്ക്ക് ചെയ്യാൻ പറ്റും. അത് മുമ്പ് BJP-യുടെ സഖ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലാൻ B എന്ന രീതിയിൽ നികേഷ് മമത പൊതുവേ ഈ ഇന്ത്യ മുന്നണിയിൽ തന്നെ ഒരു അപ്പർ ഹാൻഡ് നേടാൻ മമത ശ്രമിക്കുന്നുണ്ട്. ശരിക്കും സ്ഥാനത്തും അസ്ഥാനത്തും കോൺഗ്രസിനെ വിമർശിക്കുകയും രാഹുൽ ഗാന്ധിയെ താഴ്ത്തിക്കെട്ടാനും മമതയുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ ശ്രമങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ മമത അങ്ങനെ ഒരു BJP-യോടൊരു കോംപ്രമൈസിലോ അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് രാഹുൽ ഗാന്ധിനെ താഴ്ത്തിക്കെട്ടിയാൽ തന്നെ മതിയല്ലോ. കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പണി കൊടുത്ത മമതയല്ലേ. പിന്നെ രണ്ടാമതായി ഒറ്റയ്ക്ക് മുകളിൽ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് ഒരു ശക്തമായ പ്ലാൻ B ഇല്ലെങ്കിൽ മമതേനെ അങ്ങനെ ഈ എസ്പെഷ്യലി നിതീഷ് കുമാറിനെയും പവൻ കല്യാൺ പ്രശ്നമല്ല, ചന്ദ്രബാബു നായിഡുവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരുടെ ഭയപ്പെടേണ്ടി വരും. മോഡി കോൺഫിഡൻ്റ് ആയി നിൽക്കുന്ന പ്ലാൻ B ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മമതയാണ്. മമതയ്ക്ക് ബംഗാളിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്താൽ മമത കൂടെ നിന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അടിക്കേണ്ട സമയത്ത് അവർ അടിക്കുകയൊക്കെ ചെയ്യും, അതിനും വേറെ. അപ്പോൾ അതുകൊണ്ട് മുമ്പത്തെ പോലെ അതിശക്തമായ, മുമ്പ് വെർബലായിട്ട് തന്നെ ഫൈറ്റ് ആയിരുന്നല്ലോ. അപ്പം അങ്ങനെ അതിശക്തമായ വെർബൽ ഫൈറ്റൊന്നും നമ്മൾ കാണുന്നില്ല. പല പോർമുഖങ്ങളായിരുന്നു, അപ്പം അങ്ങനെ നമ്മൾ കാണുന്നില്ല. അപ്പം അതിനുള്ളിൽ നിന്ന് ഒരു ചേഞ്ച് വരുമെങ്കിൽ അതേ ഉള്ളൂ. അല്ലാതെ സെൻട്രൽ ഗവൺമെൻറ് വലിയ രീതിയിൽ മമതയെ ആ രീതിയിൽ ടാർഗറ്റ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആരെ ടാർഗറ്റ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ സ്റ്റാലിനെ ടാർഗറ്റ് ചെയ്തുകൂടായിരുന്നു. സ്റ്റാലിനാണ് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ അസാരസ് ഉണ്ടാക്കുന്ന ആളും, മമതയൊന്നുമല്ല. അതെ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഫെഡറലിസത്തിനെതിരാവും. മാത്രമല്ല അവർക്ക് രക്തസാക്ഷി പരിവേഷം കിട്ടും. അത് ചെയ്യാതിരിക്കാനുള്ള ഒരു പിന്നെ വിവേകം BJPക്ക് ഉണ്ടല്ലോ. ഫൈറ്റ് ചെയ്ത് ഞാൻ പ്രവചിക്കാനൊന്നും പോകുന്നില്ല. BJP വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് അവിടെ രാഷ്ട്രീയമായ ഒരു അതേല്ലോ അതിലൊക്കെ വിട്ടുപോയിരുന്നു. ബംഗാളിൽ അതൊക്കെ വിട്ടുപോകുന്നൊരവസ്ഥ വന്നിരുന്നു. ഇന്ന് അമിത്ഷാന്റെ തന്നെ വാഹന വ്യൂഹം മറ്റേ ആക്രമിക്കപ്പെട്ടിരുന്നു. BJPയുടെ പ്രധാനപ്പെട്ട നദ്ദയുടെ തോന്നുന്നു ഒരു വിഷയം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വരെ പോയിരുന്നു അത്.
അത് കഴിഞ്ഞ ഇലക്ഷന് മുമ്പായിരുന്നു. പക്ഷെ അപ്പം അതില്ല, ഇപ്പം ഒന്ന് നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഗവർണർ അവിടെ ചാർജ് എടുത്ത സമയത്തും ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ട വലിയ തലവേദനയാണ് മമതയ്ക്ക്. ഇപ്പം അതില്ല, അത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നോർമലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ ജനങ്ങളുടെ ഇടയിലുള്ള സൈലൻ്റ് ആയിട്ടുള്ള പ്രവർത്തനമായിരിക്കും പ്രധാനം. അതെന്താവും നമുക്ക് പറയാൻ പറ്റില്ല. മറ്റ് പണ്ട് ഇതേ അർണബ് ഗോസ്വാമി അതേ മമത വീണു, പ്രശാന്ത് കിഷോർ ബാഗ് എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞത്. പ്രശാന്ത് കിഷോർ ജയിച്ചതിന് ശേഷം ബാഗ് എടുത്തു. സോ ഈസ് അൺപ്രഡിക്റ്റബിൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.